കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ അട്ടിമറികൾ ഏറ്റവും കൂടുതൽ നടക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങൾ നിരവധി കേരളത്തിലുടനീളം നിലനിൽക്കെ ത്രികോണ പോരാട്ടങ്ങൾ വളരെ കട്ടികട്ടിയായി നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിലെ ജനവിധി എന്തായിരിക്കും? അതിന് തൊട്ടു മുന്നേ ആയിട്ട് വരുന്ന സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും എന്ത് തരം അട്ടിമറികളാണ് ഇവിടങ്ങളിലൊക്കെ സംഭവിക്കുക എന്നുള്ളത് വളരെ വേഗത്തിൽ നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ദേശീയ സർവേ റിസൾട്ട് പ്രകാരം ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ, അട്ടിമറികൾ തൃശ്ശൂരിൽ ഇത്തവണ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും BJP, LDF, UDF 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഒരുപോലെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ തൃശ്ശൂരിൽ തീർച്ചയായിട്ടും ഇത്തവണ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ അത് ആർക്ക് ഗുണകരമായി മാറും, ആർക്ക് ദോഷകരമായി മാറും എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ഏറ്റവും വലിയ ഒരു ചോദ്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും BJPയിലുമൊക്കെ നിൽക്കുന്ന സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും 2026 ഏറ്റവും കൂടുതൽ നിർണായകമായിട്ട് തൃശ്ശൂരിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. അതിൽ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയതിൽ പിന്നാലെ കടുത്ത ഒരു പ്രചരണ കാര്യങ്ങളിലേക്ക് തൃശ്ശൂർ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തൃശ്ശൂരിലെ ഒരു ചായ്വ് അല്ലെങ്കിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും 2021 വിജയിച്ചിരിക്കുന്നത് അവിടെ ഇടതുപക്ഷം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. 2016 ഇടതുപക്ഷം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ 2011 അവിടെ വലതുപക്ഷമായിരുന്നു, UDF ആയിരുന്നു വിജയിച്ചിരുന്നത്. അപ്പോൾ UDFിൻ്റെ കൈവശം നിന്ന് സീറ്റുകൾ കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ 2021 കണക്ക് വരുമ്പോഴത്തേക്കും അവിടെ BJPയുടെ ഒരു വലിയ കടന്നുകയറ്റവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഒരു 3ാം മുന്നണി ശക്തിപ്പെടുത്തുന്ന തരത്തിലോട്ട് തൃശ്ശൂർ കാര്യങ്ങൾ മാറി എന്നുള്ളത് വ്യക്തമാണ്. അത് 2016 2021 വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് വോട്ടുകളുടെ ശതമാനത്തിൽ ഒരു വലിയൊരു മുന്നേറ്റം അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത് BJP ആണ് എന്നുള്ളത് എടുത്തു പറയണം. അതായത് 2011 കണക്ക് നോക്കുമ്പോഴത്തേക്കും BJPക്ക് അവിടെ 6697 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2016 ആകുമ്പോഴത്തേക്കും അത് 24,748 വോട്ടുകളായിട്ട് മാറി. അത് 2021 ആയപ്പോഴത്തേക്കും 40,000-ലധികം വോട്ടാക്കി മാറ്റാനായിട്ട് അവിടെ സാധിച്ചു. ഇത് 2026 എന്ത് തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. പത്മജ വേണുഗോപാലാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിലവിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അത്രത്തോളം ഗുണകരമായി മാറത്തില്ല എന്നുള്ളതും വളരെ എടുത്തു പറയുന്ന ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതേസമയം വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം വോട്ടുകളുടെ കാര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും UDFിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. BJP സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സിറ്റുവേഷനിൽ ആ സീറ്റിൽ വിജയസാധ്യത നിലനിൽക്കുന്നു. ആ സീറ്റ് വിചാരിച്ചാൽ നേടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ആ സീറ്റ് വിജയിക്കുക എന്നുള്ളത് BJP സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലത്തെ സിറ്റുവേഷനിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ കുറയാനായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് ഈ ഒരു സർവേ നോക്കുമ്പോഴത്തേക്കും LDF വോട്ടുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും UDF വോട്ടുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. BJP വോട്ടുകളും നിലവിലത്തെ സാഹചര്യത്തിൽ കൂടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി അവിടുത്തെ ഒരു വിജയ ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അതായത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ, അതായത്
സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിൽ പിന്നാലെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നില്ല. കാരണം ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും LDF UDF BJP പോരാട്ടമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂർ നടക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിൽ UDF നൽകിയിരിക്കുന്നു എന്നല്ലാതെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്നുള്ള തരത്തിൽ UDF നൽകുന്നില്ല. എന്നാൽ അവിടെ ഒരു കട്ടുകട്ടി മത്സരമായിരിക്കും എന്നുള്ളതും സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ UDF സംബന്ധിച്ചിടത്തോളം 35% വിജയ സാധ്യതയാണ് നിലവിൽ നൽകുന്നത്. അവിടെ BJP സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ 34% വിജയ സാധ്യത നൽകുന്നു. LDF സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിൽ 31% വിജയ സാധ്യത നൽകുന്നു. അപ്പോൾ ഒരു കടുകട്ടി മത്സരം അവിടെ നടക്കുമെന്നുള്ളത് 100% വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ മത്സരത്തിൽ ആര് വിജയിക്കും, ആര് നേടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടം, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ ഒരു സർവേ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ UDF നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം മാത്രം. അതോടൊപ്പം തന്നെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ യഥാർത്ഥ ജനവിധി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് UDF തന്നെ അനുകൂലമാകുമോ, BJPക്ക് അനുകൂലമാകുമോ, അതല്ല LDF അനുകൂലമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്. കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഓരോ നിമിഷവും നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് ഒരു അട്ടിമറി വിജയം നേടിയെടുക്കുന്നത് ആരാണോ അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് തുടക്കമാവും തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് BJPക്ക് അനുകൂലമാകുമോ, UDF അനുകൂലമാകുമോ, അതല്ല LDF തന്നെ വീണ്ടും ഒരു തുടർ ഭരണം ഈ പറയുന്ന രീതിയിൽ ഒരു തുടർ മുന്നേറ്റം തൃശ്ശൂർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മൂന്നാമതും വിജയിച്ച് കയറുന്ന ഹാട്രിക് വിജയം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.